ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതിൻ്റെ ഇതിൽ ആർക്കൈവ് നോക്കിയാൽ നിങ്ങൾക്ക് പഴയത് നോക്കിയാൽ കിട്ടും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം പോകുമെന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശാക്തിക ചേരികളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രമല്ല, CPM-നകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നും CPM-ൻ്റെ വിഭാഗീയത വർദ്ധിക്കുമെന്നും വിവിധ ശാക്തീകരണ ചേരികൾ വരുമെന്നും വിനാശകാലേ വിപരീത ബുദ്ധി സർവകാല നഷ്ടത്തിലേക്ക് പോകുമെന്നുമൊക്കെ വ്യത്യസ്ത വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു. CPM ഭരണത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോഴാണ് വീഡിയോ ചെയ്തത്. പക്ഷെ അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിച്ചു, ഇത് വേണോ, അങ്ങനെയൊക്കെ ചെയ്യാവോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ കേരളത്തിൽ? 70-75 സീറ്റിനകത്തൊക്കെ അല്ലേ ആളുകൾ അധികാരത്തിൽ വരുള്ളൂ, അപ്പോൾ പിന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി ഇവർ പ്രതിപക്ഷത്തായാലൂടെ കാണില്ലേ എന്നൊക്കെ ചോദിച്ചു. കാര്യം കൊണ്ട് തിരിഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വലിയ തോൽവിയുണ്ടായി. അതിനേക്കാൾ വലിയ പ്രഹരം, ഹിമാലയൻ പ്രഹരമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏറ്റത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയൻ ഏറ്റെടുക്കണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ CPM-ആണ് ഇതിൻ്റെ പ്രധാന പ്രതി എന്ന് പറഞ്ഞ് CPI-യും ജനതാദളും മറ്റ് പാർട്ടികൾ കൈയൊഴിയുന്നു. 9ഓളം പാർട്ടി ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിയിൽ 3 പാർട്ടിയായി ചുരുങ്ങുന്നു. അതും ജനതാദളിൻ്റെ ഒരു പ്രവീൺ കുമാറും കൂത്തുപറമ്പിൽ ജയിച്ച ഒരു പ്രവീൺ കുമാറും പിന്നെ 9 സീറ്റ് CPI-യും 25 സീറ്റ് CPM-ഉം. ആ CPM-നകത്ത് വലിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ശാക്തിക ചേരികൾ വലിയ രൂപത്തിൽ വരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ വെച്ച്, CPM-ൻ്റെ സമ്മേളനത്തിൽ പുതിയ ശാക്തിക ചേരികൾ വരും എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ആരാണ് ഇതിൻ്റെ ലീഡർ എന്നുള്ളതൊരു വലിയ വിഷയമാണ്. MA ബേബിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് പിണറായിക്കും ഗോവിന്ദൻ മാഷിനുമെതിരെ നീങ്ങുന്നത്, MV ഗോവിന്ദൻ മാഷിനുമെതിരെ നീങ്ങുന്നത് എന്നാണ് അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എത്ര ശരിയും നമുക്കറിയില്ല. എന്തായാലും കണ്ണൂരിൽ തന്നെ ശാക്തിക ചേരി വന്നിട്ടുണ്ട്. തന്നെ ഒതുക്കിയതിൽ, തന്നെ രണ്ടാമത്തെ പ്രാവശ്യം മന്ത്രിയാക്കാത്തതിലും, ജയിക്കുമായിരുന്ന സീറ്റിൽ നിന്ന് മാറ്റി പേരാവൂർ സീറ്റിലേക്ക് തള്ളിയതിലും, നടക്കി തള്ളും പോലെ പുറത്താക്കുന്നതിന് തുല്യമായി കോൺഗ്രസിൻ്റെ പുലിമടയിൽ ക്രിസ്ത്യാനികൾക്കും കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള സണ്ണി ജോസഫിനെ പോലെയുള്ള അവരുടെ ഒരു പൊന്നോമന പുത്രനൊക്കെ മത്സരിക്കുന്ന സ്ഥലത്ത് നേർച്ചക്കോഴിയെ വിടും പോലെ KK ശൈലജ ടീച്ചറിനെ വിട്ടപ്പോൾ തന്നെ ടീച്ചർ ചില കാര്യങ്ങൾ മനസ്സിൽ എഴുതി വച്ചിരുന്നു. അവസരം വരുമ്പോൾ പത്തിക്കടിക്കും. ഇപ്പോൾ KK രാഗേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ചുക്കിനും ചുണ്ടാമ്പനും കൊള്ളാത്തതാണെന്ന് പറയുന്നത് ഞാനല്ല, കേരളത്തിലെ ഇടതുപക്ഷ CPM-ൻ്റെ പോഷക സംഘടനകളും DYFI അടക്കമുള്ള എല്ലാവരുമാണ് പറയുന്നത്. കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല, ഫേസ്ബുക്കിലും റീലടിച്ച് കളിക്കാനും മാത്രം കൊള്ള ഒരാളാണ്, പ്രായവും ആയിട്ടില്ല, ചെറുപ്പക്കാരനുമാണ്. കഴിഞ്ഞ ദിവസം DYFI-യുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദൻ മാഷിനെതിരെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെയൊക്കെ ശക്തമായ വിമർശനമാണ് ഉണ്ടായത്. സകല പേരെ മാറ്റണം എന്നുള്ളതാണ് വിമർശനം. അപ്പോൾ തോമസ് ഐസക് ഈ പുതിയ ശാക്തി ചേരിയിൽ എവിടെയാണ് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. P രാജീവ്, ബാലഗോപാൽ, MP രാജേഷ് 3 പേരുടെ നിലപാടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പല വലിയ ഗ്രൂപ്പ് പോലെ ആരംഭിച്ചു. ഇന്ന് V ജോയി ജില്ലാ സെക്രട്ടറി വന്ന് പറഞ്ഞു, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പില്ല. അതിൻ്റെ അർത്ഥം തന്നെ ഗ്രൂപ്പ് ഉണ്ടെന്നാണല്ലേ, ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. വലിയ ഗ്രൂപ്പ് പോരുണ്ട്. അപ്പോൾ കേരളത്തിലെ CPM-നകത്ത് വളരെ വലിയ തോതിലാണ് ഗ്രൂപ്പ് പോര് അടി തുടങ്ങിയിരിക്കുന്നത്. ഇത് ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇതിൻ്റെ പാരമ്യത്തിലെത്തുമെന്നും ഓഗസ്റ്റിലെ സമ്മേളനത്തിൽ വെച്ച് കൃത്യമായി മാറ്റമുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. പിണറായി വിജയനെതിരെ ഒളിയമ്പുമായും നേരെ അമ്പുമായിട്ടൊക്കെ CPI രംഗത്തുണ്ട്, CPM-ലെ വലിയൊരു വിഭാഗം രംഗത്തുണ്ട്. പക്ഷെ പിണറായിയെപ്പോലെ ശക്തനായ ഒരു സംസ്ഥാന നേതാവിനെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയെങ്കിൽ അവർ അത് അടിച്ച് ഇറക്കിയനെ. MA ബേബി കേന്ദ്ര
ജനറൽ സെക്രട്ടറി, CPM കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പരിമിതിയുണ്ട് സ്റ്റേറ്റിൽ ഇറങ്ങി കളിക്കാൻ. കാരണം നാഷണൽ ലെവലിൽ പിണറായി വിജയനും നല്ല അപ്പർ ഹാൻഡുള്ള നേതാവാണ്. നിരവധി വർഷങ്ങളായി പിണറായി വിജയൻ CPM പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ ഉള്ള ആളാണ്. ശക്തനാണ്. അത്ര എളുപ്പമല്ല പിണറായി വിജയനെ അങ്ങനെ ഒതുക്കാൻ. അപ്പോൾ എന്തായാലും വലിയ ശാക്തികമായ ചേരിയാണ്, വലിയ ഗ്രൂപ്പ് ചേരിയാണ് CPM സംഭവിക്കുന്നത്. ഇതിൻ്റെ പരിണിത ഫലം എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും രാകേഷ് ഒന്ന് പറയുന്നു, EP ജയരാജൻ എന്നെ തള്ളിപ്പറയുന്നു, ശ്രീമതി ടീച്ചർ തള്ളിപ്പറയുന്നു, KK ശൈലജ ടീച്ചർ എന്നെ തള്ളിപ്പറയുന്നു, MV ജയരാജൻ എന്നെ അനുകൂലിക്കുന്നു, P ജയരാജൻ തള്ളിപ്പറയുന്നു. അങ്ങനെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് 30 അഭിപ്രായം വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് CPM കടന്നിരിക്കും. ഇതിങ്ങനെ സംഭവിക്കും എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്ന പാർട്ടിയിൽ, ഏകഛത്രാധിപതികൾ ഭരിക്കുന്ന പാർട്ടിയിൽ സ്വാഭാവികമായി ഏകഛത്രാധിപതിക്ക് കാരണഭൂതന് വീഴ്ച സംഭവിച്ചാൽ ബാക്കിയുള്ളവർ കൊണ്ടുചാടും എന്നുള്ളത് വളരെ ലളിതമായ ഒരു പൊളിറ്റിക്കൽ മനഃശാസ്ത്രമാണ്, പൊളിറ്റിക്കൽ സൂത്രവാക്യമാണ്. അങ്ങനെ ഏകനായി ഒരാൾ ഈ ഭരണത്തെയും പാർട്ടിയെയും നയിച്ചു കൊണ്ടുപോയപ്പോൾ, അദ്ദേഹത്തിന് പതർച്ചയുണ്ടായപ്പോൾ, വീഴ്ചയുണ്ടായപ്പോൾ ബാക്കിയുള്ളവർ, കൂടെ നിൽക്കുന്നവർ തന്നെ കാലിൻ്റെ അടിയിലെ മണ്ണ് വാരാൻ വലിയ ആവേശത്തിൽ വരും. അതുകൊണ്ട് ഒരാൾ ഒരു കസേരയുടെ വലതുകാലും ഒരാൾ ഇടതുകാലും പിടിച്ചുകൊണ്ട് പോയാലും അത്ഭുതമില്ല. അപ്പോൾ പിണറായി വിജയനെ വലിച്ച് താഴെയിടുക, MV ഗോവിന്ദൻ മാഷിനെ മാറ്റുക, ഇതാണ് പുതിയ അജണ്ടയായി. അതിലൂടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെയും ലക്ഷ്യമിടുന്നുണ്ട് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ എന്തായാലും CPM പുതിയ ശാക്തിക ചേരി രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനിടയിലാണ് സുധാകരനെ തല്ലുന്നതുമായി ബന്ധപ്പെടുത്തി അവിടെ ആലപ്പുഴയിൽ ചില സംഘർഷങ്ങളൊക്കെ രൂപപ്പെട്ടു. ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെ നിയമസഭ ഇദ്ദേഹത്തിൻ്റെ സുധാകരൻ്റെ ഓഫീസിലേക്ക് മാർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആലപ്പുഴ രാഷ്ട്രീയവും കലങ്ങി മറിയുകയാണ്. സുധാകരന് ഭീഷണിയുണ്ടെന്ന് കേൾക്കുന്നു. അത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്നറിയില്ല. മറ്റൊരു മാഷാ അള്ളാ ഇന്നോവ കാർ ആലപ്പുഴയിൽ വരുമോ? കണ്ണൂർ KK രമ വിധവയായി, അല്ലെ KK രമയ്ക്ക് സംഭവിച്ച പോലൊരു വൈധവ്യമൊക്കെ സംഭവിച്ച TP ചന്ദ്രശേഖരൻ്റെ വിഷയം പോലെ ഒരു 51 വെട്ട് ആലപ്പുഴയിൽ വരുമോ? പുന്നപ്രയുടെ വയലാറിൻ്റെ സമരചരിത്രത്തിന് ശേഷം വീണ്ടും G സുധാകരൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സംവിധാനം ആലപ്പുഴയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ വളരെ സംഘർഷാത്മകമായ ഒരു വിഷയത്തിലേക്കാണ് CPM കടന്നിരിക്കുന്നത്. TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെയും സുധാകരൻ്റെയും ഒക്കെ വിജയം വലിയ അടിയാണ് CPM കൊടുത്തിരിക്കുന്നത്. എന്തായാലും CPM-നകത്ത് DYFI-യുടെയും SFI-യുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിലും പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും വലിയ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. അത് ലക്ഷ്യം കാണുമോ? CPM-നകത്ത് ഇതുപോലെ പോരാട്ടങ്ങൾ നടത്തി ലക്ഷ്യം കാണാതെ പോയിട്ടുള്ളതാണ് മഹാഭൂരിപക്ഷം കഥകളും. ഇനി ഈ പോരാട്ടം ആരാണ് നയിച്ചാലും അത് ലക്ഷ്യം കാണുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ്.